കുറ്റ്യാടി കാവിലുംപാറ പഞ്ചായത്തിലെ കലങ്ങോട്ട് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ ഇപ്പോൾ പറയുന്നു. ജനൽ ഉൾപ്പെടെ കുലുങ്ങി എന്ന് ചില ആളുകൾ അറിയിച്ചതായി ഇപ്പോൾ മിഥില റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 ഈ സംഭവം എന്നാണ് മിഥില അറിയിക്കുന്നത്. ഈ കൂടരഞ്ഞി മേഖലയിൽ നിന്നും ആളുകളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് ഇനി. 10:10 കാണും സമയം. അപ്പം ഞാൻ ആ അടുക്കളയുടെ ജനലിൽ അവിടെ നിൽക്കുന്നു. ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി ഒരു കിലി ശബ്ദം ഉണ്ടാക്കി. അത് ഇച്ചിരി നേരം നിന്നു, കഴിഞ്ഞു പരിപാടി. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ മൂപ്പരോട് ഇല്ലായിരുന്നു ചോദിച്ചപ്പോൾ അവരെ അതൊക്കെ വീട്ടിൽ കൂടി അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അത്രേ നമുക്കറിയാവുള്ളൂ. മിഥില ബാലൻ ഇപ്പോൾ വിവരങ്ങളുമായി ടെലിഫോണിൽ എണീച്ചിരുന്നുണ്ട്. മിഥില, ഈ പ്രതികരണം ലഭ്യമായ മേഖലയിൽ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട്, പ്രകടനവുമായി ബന്ധപ്പെട്ട്? മിഥില, ഉന്മേഷ്, കോഴിക്കോട് കുറ്റ്യാടി കാവിലുംപാറ പഞ്ചായത്ത് പരിധിയിലെ കലങ്ങോടാണ് ഭൂമിക്കടിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത്. രാവിലെ 10:30 ഈ ഒരു ശബ്ദം കേട്ടതായി പറയുന്നത്. ജനൽ ഉൾപ്പെടെ കുലുങ്ങിയതായി പറയുന്നു. പിന്നീട് ഇവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. കൂടരഞ്ഞി ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രകമ്പനം അല്ലെങ്കിൽ ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. താമരശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. കോഴിക്കോട് ജിയോളജിസ്റ്റിനെ വിവരം അറിയിച്ചതായും തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. വയനാടിന് പുറമെ ഇപ്പോൾ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശബ്ദം ഭൂമിക്കടിയിൽ നിന്നും കേൾക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ആളുകൾ അവരുടെ ആശങ്ക അറിയിക്കുന്നുണ്ട്. ഈ കൂടരഞ്ഞി മേഖലയിലാകട്ടെ അവിടെ റവന്യൂ സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ജിയോളജിസ്റ്റുകളെ ഈ വിവരം ജിയോളജിസ്റ്റിനെ അറിയിച്ചതായി അവിടുത്തെ തഹസിൽദാർ തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞ മേഖലയിലൊക്കെ അവരുടെ ആശങ്ക അകറ്റുന്ന തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതൊരു ഭൂചലനമാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ വരുന്നില്ല. ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം കേട്ടു, ജനൽ കുലുങ്ങി, അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും എടക്കൽ ഭാഗത്തടക്കം ഇത്തരത്തിൽ ശബ്ദം കേട്ടു എന്നുള്ള തരത്തിലാണ് ആദ്യം വാർത്ത വന്നതെങ്കിൽ അത് വയനാടിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായി എന്ന വാർത്തയായി പിന്നീട് മാറുകയായിരുന്നു.